എജുഫിക്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BCOE 143 എന്ന് പറയുന്ന പേപ്പറിന്റെ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്നതാണ്. ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനമായി വരുന്ന മറ്റു ഡിസിപ്ലിൻസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ നിലയിൽ പറയാനുള്ളത്, the main objective of any business organization is to generate profits, be it a manufacturing organization or a service organization. അല്ലെ, നമുക്കറിയാം ഏതൊരു ബിസിനസ് ഓർഗനൈസേഷന്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനി ബിസിനസ് or for that matter, any activity requires financial resources at any point of time. Financial resources for any organization needs to be planned, directed, monitored, organized and controlled for its optimum utilization. നമുക്കറിയാം എന്താണ് ബിസിനസ്സിന് അങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ വേണം, അല്ലെ? ആ ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ഒക്കെ ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. ദിസ് ഈസ് വേർ ദ റോൾ ഓഫ് ഫൈനാൻസ് മാനേജർ കംസ് ഇൻ ടു പിക്ചർ. അങ്ങനെ ആ ഫൈനാൻഷ്യൽ റിസോഴ്സസിനെ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന സമയത്താണ് ആരുടെ റോള് വരുന്നത്? ഒരു ഫൈനാൻസ് മാനേജറുടെ റോള് വരുന്നത്. അപ്പൊ എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നോക്കാം. If we have to explain it, we can break into finance and management. നമുക്കറിയാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ടേമുകളാണ് അതിൽ വരുന്നത്, അല്ലെ? ഫിനാൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏതും വരുന്നുണ്ട്, മാനേജ്മെന്റും വരുന്നുണ്ട്. When we combine these two words, it becomes financial management. അപ്പൊ ഫിനാൻസും പ്ലസ് മാനേജ്മെന്റ്, ഫിനാൻസും മാനേജ്മെന്റും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിസിപ്ലിൻ അവിടെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായി വന്നത്? അതിന്റെ എവല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവല്യൂഷൻ ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. Before we discuss the evolution of financial management, it is important to understand the difference between money and finance. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് എന്ത്? മണി എന്നും അല്ലെങ്കിൽ ഫിനാൻസ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ട് ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും പല സന്ദർഭങ്ങളിലും ഒരേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണത്, മണി എന്നതും ഫിനാൻസ് എന്നതും. വാട്ട് ഈസ് മണി? മണി എന്താ നോക്കാം. It is a physical form which in terms of a nation's currency. നാഷണൽ കറൻസി നമ്മുടെ ഒരു രാജ്യത്തിന്റെ കറൻസിയിലുള്ള ഒരു ഫിസിക്കൽ ഫോമിലുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് മണി. അതായത് നമ്മളെ കയ്യിൽ 10 രൂപ നോട്ട്, 5 രൂപ നോട്ട്, 100 രൂപ, 500 രൂപ നോട്ടുകൾ ഉണ്ടാവില്ലേ? നമ്മുടെ കറൻസിയാണത്, ഫിസിക്കൽ ഫോമിൽ. അതിനെ നമ്മളത് പറയുന്നത് മണി എന്ന് പറയുന്നത്. ബട്ട് വിത്ത് digitization of money, digital currency has also been introduced and such money is not in physical form. However, we will consider money in its conventional form. ഇപ്പൊ ഡിജിറ്റൽ മണി ഉണ്ടെങ്കിലും അതിന് എന്തില്ല? ഫിസിക്കൽ ഫോം ഇല്ല. ഡിജിറ്റൽ മണി ഇപ്പൊ ഉണ്ട്. Money is used to buy something, be it by an individual or by an organization or by a nation. It can be used to buy. നമ്മൾ പണം ഉപയോഗിച്ച് നമുക്ക് പലതും വാങ്ങാൻ വേണ്ടി പറ്റില്ല. എന്തൊക്കെ വാങ്ങാം? അസറ്റ് വാങ്ങാം, ഗ്രോസറീസ് വാങ്ങാം, ക്ലോത്ത് വാങ്ങാം, ഒരുപാട് ഐറ്റംസ് നമുക്ക് എന്താ ചെയ്യും? വാങ്ങാൻ വേണ്ടി സാധിക്കും. ഏത്? മണി ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എന്താണ് ഫിനാൻസും മണിയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് നോക്കാം. Let us now understand the basic difference between money and finance. Suppose you have 10,000 rupees you spend on your daily needs like groceries, vegetables, clothes. അത് നമ്മൾ നമ്മുടെ ഡെയിലി നിത്യേന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്?
അതായത് നിത്യ ആവശ്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗ്രോസറീസ് വാങ്ങുവാൻ, വെജിറ്റബിൾസ് വാങ്ങാൻ, തുണികൾ വാങ്ങുവാനൊക്കെ ആയിട്ട് നമ്മൾ 10,000 രൂപ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പെൻഡ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഇൻ ദാറ്റ് കേസ് ഈ കോൾ ഇറ്റ് മണി. അപ്പൊ അങ്ങനെ നമ്മൾ 10,000 രൂപ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? മണി എന്ന്. Now you also have 10,000 as a savings and you want it to invest it is a term deposit. അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപ സേവിങ്സും ഉണ്ട്, അത് ഡെപ്പോസിറ്റ് ആയിട്ട്, അത് സേവിങ്സിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇൻ ദിസ് കേസ് ഇറ്റ് ബിക്കം ഫിനാൻസ്. അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഫിനാൻസ് ആയിട്ട് മാറുകയും ചെയ്യും. We can therefore say that when currency is in hand and is spent without giving returns, it is known as money. And when it is invested in some kind of assets with the some kind of assets with the expectations that there will be some return associated with it, then it is known as finance. എന്താണ് പറയുന്നത്? നമുക്കറിയാം കറൻസി എന്ന് പറയുന്നല്ലേ, കറൻസി നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്? പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. റിട്ടേൺ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായി? അത് മണി ആയിട്ട് മാറി. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്? റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി? ഫിനാൻസ് ആയിട്ട് മാറുകയും ചെയ്തു. Therefore, the whole concept of finance is management of money with the proper decision making. This management of finance is known as financial management. അപ്പൊ അത് നമുക്ക് പറയാം എന്താണ്? ഫിനാൻസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. മണി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാതെ സ്പെൻഡ് ചെയ്യുന്നതാണ് മണി എന്ന് പറയുന്നത്. എന്നാൽ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായി മാറി? ഫിനാൻസ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ആ ഫിനാൻസിന്റെ മാനേജ്മെന്റിനെ പറഞ്ഞ പേരാണെന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Let us now see how financial management evolved as a discipline. നമുക്ക് എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടായത് എന്ന് നോക്കാം. In the 1990s, financial management emerged as a distinct field and became a separate discipline from accounting. The need for separate discipline was felt due to the complex situations arising out of fast industrialization and increase in competitiveness. To understand the evolution of financial management, it can be divided into 3 phases. അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എവല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രധാനമായിട്ട് 3 ഫേസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തിരിക്കാം. 3 ഫേസുകൾ എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഫേസ് ഉണ്ട്, ട്രാൻസിഷണൽ ഫേസ് ഉണ്ട്, മോഡേൺ ഫേസ്. ഇങ്ങനെ 3 ഫേസുകളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ ട്രഡീഷണൽ ഫേസ് നോക്കാം. 1900 മുതൽ 1940 വരെയുള്ള കാലഘട്ടമാണ് എന്ത്? ട്രഡീഷണൽ ഫേസ് എന്ന് പറയുന്നത്. In earlier times, finance basically meant for trying to procure funds through different way and means. The funds were procured through different sources of financing, like loan, shares, debit. നമുക്കറിയില്ലേ, പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഫണ്ട് പ്രധാനമായിട്ട് എങ്ങനെയാണ്? ലോണുകൾ, ഷെയറുകൾ, ഡിബഞ്ചർ മുഖേനയാണ് നമ്മൾ ഫണ്ടിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. It basically evolved estimating the needs of the organization and accordingly arranging for the funds. The focus was more on long-term sources and to the accounting aspects. Focus പ്രധാനമായിട്ട് ഏതിലായിരുന്നു? ലോങ് ടേം സോഴ്സസിലായിരുന്നു അല്ലേ? This phase is lasted for about 4 decades. Over the year, this concept has taken a backseat and it does not evolve the decision-making process. The concept of financial management evolved over the year and led to the transitional phase. അങ്ങനെ ഒരു 40 വർഷത്തോളം കാലം ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയി. എന്താണ് ഫിനാൻസ് എന്ന് പറയുന്നത്? ലോങ് ടേം സോഴ്സസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് എന്ത് ചെയ്യുന്നു? അക്യൂർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോവുകയും ഒരു 40 വർഷക്കാലം അത് അങ്ങനെ നീണ്ടുപോവുകയും പിന്നെ രണ്ടാമത്തെ ഫേസ് ആയ ട്രാൻസിഷണൽ ഫേസിലേക്ക് എന്ത് മാറുകയും ഉണ്ടായി.
It was similar to the transitional phase. In this phase, the importance was given to day-to-day problem and focus was on planning, analyzing and controlling part. ഈ ഫേസിൽ എന്താണ് ഇവിടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു ഫോക്കസ് കൊടുത്തത്? പ്ലാനിങ്, അനലൈസിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങിനും അനലൈസിങ് കൺട്രോളിങ്ങിനായിരുന്നു ഇവിടെ ഫോക്കസ് കൊടുത്തിരുന്നത്. Slowly the emphasis on the decision making started during the phase. This led to the evolution of modern phase. ഇവിടെ എന്താണ് ട്രഡീഷണൽ ഫേസ് പോലെ തന്നെ ഈ ഫേസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്തിനാണ്? ഡേ ടു ഡേ പ്രോബ്ലംസിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതേസമയം ഫോക്കസ് എന്തിനായിരുന്നു? പ്ലാനിങ്ങിനും കൺട്രോളിങ്ങിനൊക്കെ ആയിരുന്നു ഫോക്കസ്. അത് പതുക്കെ പതുക്കെ എന്തായിരുന്നു? ഡിസിഷൻ മേക്കിങ്ങിലൂടെയൊക്കെ മുന്നോട്ട് പോയിട്ട് ഏത് ഫേസിലേക്കാണ് എത്തുന്നത്? മോഡേൺ ഫേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. മോഡേൺ ഫേസ് എന്താ നോക്കാം. മോഡേൺ ഫേസ് 1960 പ്രസന്റ്, 1960 മുതൽ ഇന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇവോൾവ്മെന്റിന്റെ മോഡേൺ ഫേസ് എന്ന് പറയുന്നത്. This phase is an extension of traditional phase where the procured funds are put to optimum utilization. അതായത് നമ്മൾ പ്രൊക്യൂർ ചെയ്ത, നമ്മൾ കണ്ടെത്തിയ ഫണ്ടൊക്കെ ഒപ്റ്റിമം യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നതാണ്. ദിസ് ഫേസ് ഫോക്കസ് മോർ ഓൺ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ നമുക്ക് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി, അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. This approach is more logical and rational as it is involves decision making on part of the financial manager. ലോജിക്കൽ ആയിട്ടുള്ള, അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിനെ അല്ലെങ്കിൽ അതിനെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ഫോക്കസ് എന്ന് പറഞ്ഞത്. മോഡേൺ ഫേസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. These three phases have led to the advent of two approaches, traditional approach and modern approach. ഇങ്ങനെ ഒരു 3 ഫേസിലൂടെ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എവോൾവ് ചെയ്ത് വന്നപ്പോൾ രണ്ട് അപ്രോച്ചിനെ രൂപം നൽകുന്നുണ്ടായി. ട്രഡീഷണൽ അപ്രോച്ച് എന്നും മോഡേൺ അപ്രോച്ചും എന്ന രണ്ട് അപ്രോച്ച് എന്ത് ചെയ്തു? അത് രൂപം നൽകി. ട്രഡീഷണൽ അപ്രോച്ച് എന്തിനെ ഫോക്കസ് ചെയ്തത്? ട്രഡീഷണൽ അപ്രോച്ച് ഫോക്കസ് ഓൺ procurement of funds only, whereas modern approaches focus on procurement fund along with its optimal utilization. ട്രഡീഷണൽ അപ്രോച്ചിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഫണ്ടിന്റെ പ്രൊക്യൂർമെന്റ് മാത്രമായിരുന്നെങ്കിൽ മോഡേൺ അപ്രോച്ചിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫണ്ടിന്റെ പ്രൊക്യൂർമെന്റിനോടൊപ്പം തന്നെ ആ ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ കൂടിയായിരുന്നു മോഡേൺ അപ്രോച്ചിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നാച്ചർ ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നാച്ചർ എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. Finance is the lifeline of any business organization. The procurement of funds and its efficient use is very important for any organization. Any organization has to decide why, what, where, how, and when of finance it should focus on. Why the funds are required? നമുക്ക് എന്തിനാണ് ഫണ്ട് വേണ്ടി വരുന്നത്? What sources can be used to procure fund? എന്ത് സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് കണ്ടെത്താം? Where from the funds will be procured? എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുക? How will the funds to be distributed for optimal utilization? ഫണ്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എവിടെ ചെയ്യേണ്ടത്? And when should be the organization plan for getting more fund? കൂടുതൽ ഫണ്ട് കിട്ടാൻ എന്തൊക്കെ പ്ലാൻ ആണ് ചെയ്യേണ്ടത്? The finance functions involves answers above question. Therefore, we can say that the key elements of financial management, ഈ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം ആര് കൊടുക്കുന്നതാണ്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രധാനപ്പെട്ട എലമെന്റ്സുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്ലാനിങ് ഉണ്ട്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്, മാനേജിങ് റിസോഴ്സസ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്. പ്ലാനിങ്, റിസോഴ്സ് അലോക്കേഷൻ,
മാനേജിങ് അലോക്കേഷൻ കൺട്രോൾ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അതിൽ 2-3 ഡെഫിനിഷൻസ് ഓരോ ഓതേഴ്സ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആസ് പെർ എസ്ട്രാ സോളമന്റെ ഡെഫിനിഷൻ പ്രകാരം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് നോക്കാം. Financial management is concerned with efficient use of an important economic resource, namely capital fund. It is a study of the problem involved the use and acquisition of fund. പ്രധാനമായും പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് പ്രോബ്ലം ഇൻവോൾവ് ഇൻ ദ യൂസ് ആൻഡ് അക്വിസിഷൻ ഓഫ് ഫണ്ട്. ഫണ്ടിന്റെ യൂസും അക്വിസിഷനും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിന്റെ സ്റ്റഡിയാണെന്ന് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അക്കോർഡിംഗ് ടു വെസ്റ്റേൺ ആൻഡ് ബ്രഹാം നോക്കാം, financial management is an area of financial decision making, harmonizing individual motives and enterprise goals. Okay, അപ്പൊ അതൊരു എന്താണ് ഫൈനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഏരിയ ആണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? വെസ്റ്റേൺ ആൻഡ് ബ്രഹാം പറഞ്ഞിട്ടുള്ളത്. ഇനി ഫിലിപ്പാറ്റം എങ്ങനെയാണ് പറഞ്ഞിട്ട് നോക്കാം. ഹാസ് ടു ഗിവൺ മോർ സിംപ്ലിഫൈഡ് മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരുപാട് സിംപ്ലിഫൈഡ് ആയ മീനിങ് പറഞ്ഞ ആരൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഹിം, financial management is concerned with managerial decision that results in the acquisition and financing of short and long-term credit for the organization. എന്താ പറയുന്നത്? മാനേജറൽ ഡിസിഷനുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്ത്? ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിൽ പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? അക്വിസിഷൻ ആൻഡ് ഫിനാൻസിങ് ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ഫോർ ഓർഗനൈസേഷന് വേണ്ട ലോങ് ടേം ഷോർട്ട് ടേം ക്രെഡിറ്റിന്റെ അക്വിസിഷന്റെയും അതിന്റെ ഫിനാൻസിങ്ങിനെയും കുറിച്ചാണ് ഇതിൽ വരുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നതെന്നാണ് ആര് പറയുന്നത്? ഫിലിപ്പാട്ടം പറയുന്നത്. ഓക്കെ, അടുത്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് therefore can be defined as a management decision that results in the procurement of funds with its optimal utilization. The nature of financial management involve the following. അപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നാച്ചർ എന്ന് പറഞ്ഞാൽ പ്രധാനമായും 3 ഫങ്ഷൻസുകൾ ചേർന്നതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നാച്ചർ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ, മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഡിവിഡൻഡ്. അപ്പൊ ഇൻവെസ്റ്റിങ്, ഫിനാൻസിങ്, ഡിവിഡൻഡ്, ഇങ്ങനെ 3 ഡിസിഷൻസ് ആണ് പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം എന്താണ് ആദ്യം നോക്കാം. This function of the financial management involves appropriate selection of assets where the investment will be done. This can be done under 2 broad. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താ? അപ്രോപ്രിയേറ്റ് സെലക്ഷൻ ഓഫ് അസറ്റ്സ് where the investment will be done. നമ്മൾ എവിടെയാണ് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട അസറ്റിന്റെ കൃത്യമായ അസറ്റിനെ സെലക്ട് ചെയ്യുക എന്നതാണ് ഏത് ഡിസിഷനിൽ വരുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. ഇത് പ്രധാന 2 ഡിസിഷൻസ് ആണ്, ഹെഡുകളാണ് വരിക. ഒന്ന് ലോങ് ടേം അസറ്റ്സും ഉണ്ട്, ഷോർട്ട് ടേം ഓർ കറന്റ് അസറ്റ്സും ഉണ്ട്. ലോങ് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈൽഡ് റിട്ടേൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ, ഭാവിയിലേക്കൊക്കെ നമുക്ക് ഈൽഡ് തരുന്ന, റിട്ടേൺ തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. വേർ ഷോർട്ട് ടേം അസറ്റ്സ് ആർ യൂഷ്വലി കൺവേർട്ട് ഇൻ ടു ക്യാഷ് വിത്തിൻ എ വൺ. ഷോർട്ട് ടേം അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം അസറ്റ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ലോങ് ടേം അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ഷോർട്ട് ടേം അസറ്റ് ഈസ് നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഷോർട്ട് ടേം അസറ്റിനെ മാനേജിന് പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ലോങ് ടേം അസറ്റുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും. ഷോർട്ട് ടേം അസറ്റുകളുടെ മാനേജ്മെന്റ് പറഞ്ഞ പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഫൈനാൻസിങ് ഡിസിഷൻ. The investment decision is concerned with the proper assets mix, whereas financing decisions with the identification of sources of finance, determining the financing mix. Okay. അപ്പൊ എന്താണ്? അസറ്റ് മിക്സുമായി ബന്ധപ്പെട്ട പ്രോപ്പർ അസറ്റ് മിക്സിനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ പറയുന്നത്.
എന്നാൽ ഫിനാൻസിങ് ഡിസിഷൻ എന്തുമായി ബന്ധപ്പെട്ട ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിന്റെ സോഴ്സുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഏത് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിറ്റർമിനിങ് ഫിനാൻസിങ് മിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഫിനാൻസിങ് മിക്സിനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുക എന്നതാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് വൈൽ പ്രൊക്യൂറിംഗ് ഫണ്ട്. അതായത് ഫണ്ട് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നോക്കുന്ന ഒരു പ്രൊപ്പോർഷൻ നോക്കും. അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. There should be a balance between owners fund and outsiders fund and long term fund and short term fund. എപ്പോഴും എന്തുണ്ടാവണം? ഓണറുടെ ഫണ്ടും ഔട്ട്സൈഡേഴ്സിന്റെ ഫണ്ടും തമ്മിലും ഷോർട്ട് ടേം ഫണ്ടും ലോങ് ടേം ഫണ്ടും തമ്മിൽ എന്തുണ്ടാകണം? ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. The firm has to make use of external and internal fund and employment of these resources in various combination is called leverage analysis. ഫേം എന്തിരിക്കണം? അവർക്ക് കിട്ടുന്ന ഈ എക്സ്റ്റേണൽ ഫണ്ടിനെയും ഇന്റേണൽ ഫണ്ടിനെയും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. റിസോഴ്സുകളെ ഉപയോഗിക്കണം. അങ്ങനെയല്ല ഉപയോഗിക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്? ലിവറേജ് അനാലിസിസ് എന്നാ പറഞ്ഞു. സോ ഫിനാൻസിങ് ഡിസിഷൻ ഇൻവോൾവ്സ് ഫോളോയിങ് ടു ആസ്പെക്ട്സ്. ഇപ്പൊ ഫിനാൻസിങ് ഡിസിഷന്റെ പ്രധാനമായിട്ടും രണ്ട് ആസ്പെക്ട്സുകളാണ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയും വരും, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്. രണ്ട് കാര്യങ്ങളാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയും ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനും. അപ്പൊ അടുത്ത ഒരു നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫീച്ചർ ആയിട്ട് വരുന്ന ഒരു ഡിസിഷൻ ആണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. The third function of financial management is related to dividend policy. In this case, dividend is to be analyzed related to the financing decision of the firm. There are two options available. അതായത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ ആണ്. ഇതിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എന്താ? ടു റീറ്റെയിൻ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഒക്കെ നമുക്ക് എന്താ റീറ്റെയിൻ ചെയ്ത് അവിടെ തന്നെ കൈവശം വെക്കാം. അല്ലെങ്കിൽ എന്താ? ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ഇൻ ഫോം ഓഫ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ആ പ്രോഫിറ്റ് ഡിവിഡൻഡിന്റെ രൂപത്തിൽ നമുക്ക് ആർക്ക് ഷെയർ ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ദ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ ഈസ് ടു ബി ടേക്കൺ ബൈ ദി ഫോളോയിങ് ആസ്പെക്ട്സ്. അതായത് നമ്മൾ ആ തീരുമാനം എടുക്കേണ്ട ചില ആസ്പെക്ട്സുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണ് ആസ്പെക്ട്സുകള്? ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നോക്കണം, പ്രിഫറൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് നോക്കണം, ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നോക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട ഡിവിഡൻഡിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസിഷനെയാണ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഡിസിഷൻ ഉണ്ട്, ഫൈനാൻസിങ് ഡിസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും ഉണ്ട്. അടുത്തൊരു ഭാഗമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഫിനാൻസ് ആൻഡ് അതർ റിലേറ്റഡ് ഡിസിപ്ലിൻസ്. ഫിനാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു ഡിസിപ്ലിൻസുകൾ എന്തൊക്കെയാണുള്ളത്? ഡിസിപ്ലിൻസ് പറയുമ്പോൾ ഫിനാൻസ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. പബ്ലിക് ഫിനാൻസ് എന്നും പ്രൈവറ്റ് ഫിനാൻസ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് നോക്കാം. Deals with matters related to the government. It can control or it can be central or state government or government institution. അപ്പൊ എന്താണ്? ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സിനെ പറഞ്ഞ പേരാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. This deals within the funds which are raised through taxes. The main objective of public finance is to deal with the social and economic objectives than trying to earn profit. ഇപ്പൊ പബ്ലിക് ഫിനാൻസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സോഷ്യൽ ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സിലായിരിക്കണം. എന്താവരുത്? പ്രോഫിറ്റ് ആയിരിക്കരുത്. അടുത്തത് പ്രൈവറ്റ് ഫിനാൻസ് ആണ്. On the other hand, involves personal finance, business finance, or finance of the bodies other than government. ഇപ്പൊ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ ഫിനാൻസിനെ പറയുന്ന പേരാണ് എന്ത്? പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. Let us now discuss financial management in relation to other disciplines. There are basically 2 disciplines, wise economics and accounting, which are closely related to the financial management. In fact, it can be said that financial management actually emerged from these 2 disciplines. പ്രധാനപ്പെട്ട 2 ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എക്കണോമിക്സും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എക്കണോമിക്സിൽ വരുന്നതാണ്. ഇപ്പൊ വന്ന എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സ് വരും, മൈക്രോ എക്കണോമിക്സ് വരും. മാക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോഡർ കോൺസെപ്റ്റിലാണ് വരിക. മൈക്രോ എന്ന് പറയുമ്പോൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ കോൺസെപ്റ്റിലാണ് വരുന്നത്. മാക്രോ എക്കണോമിക്സിന് ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്തത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ബേസിക്കലി ടാർഗറ്റ് ദ അക്കൗണ്ടിങ് ആസ്പെക്ട്സ് ഓഫ് ഫേം. With the evolution of financial management, the other aspects like decision making can be in picture. It's said where the accounting ends, financial management begins. അതായത് അക്കൗണ്ടിങ് എപ്പോഴാണ് അവസാനിക്കുന്നത് അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. This clearly show that close association of financial management and accounting. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരേപോലെ നിന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. Let us take an example to understand this. We know that accounting deals with data collection and reporting, whereas finance deals with regarding this data, analyzing it and finally making a decision. അക്കൗണ്ടിങ്ങിൽ വരുന്ന എന്താ പ്രധാനമായിട്ട് റെക്കോർഡിങ്ങും ക്ലാസിഫയിങ്ങും ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ത് വരും സംഭവിക്കും, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് വരുമ്പോൾ എന്ത് വരും, ഡാറ്റ അനലൈസ് ചെയ്യുകയും അതിന് ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങും ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. എ ഫേം എക്സ് ഹാസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ നോക്കൂ. സെയിൽസ് 10 ലക്ഷം, കോസ്റ്റ് ഓഫ് സെയിൽസ് 7 ലക്ഷം ഉണ്ട്, ഓപ്പണിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, കളക്ഷൻ ഫ്രം സെയിൽസ് 2 ലക്ഷം, പേയ്മെന്റ് സപ്ലയർ 6 ലക്ഷം. അതായത് ഒന്നെന്താ സപ്ലയർക്ക് കൊടുക്കാനുള്ള പൈസയാണ്. അക്കൗണ്ടിങ് വീട് നോക്കാം, അതുപോലെ ഫൈനാൻഷ്യൽ വീട് നോക്കുക. അക്കൗണ്ടിങ് വീട് നോക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് മാത്രമാണ് നോക്കുക. കാരണം സെയിൽസ് 10 ലക്ഷമാണ്, അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 7 ലക്ഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്ര നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷമാണ്. എന്നാൽ ഫൈനാൻഷ്യൽ വീൽ എങ്ങനെയാണ്, ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 2 ലക്ഷവും ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 6 ലക്ഷമാണ്. അപ്പൊ നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര, ക്യാഷ് ഫ്ലോ ആണ് കൂടുതൽ അല്ലേ, അപ്പൊ ക്യാഷ് ഫ്ലോ അധികം പോയപ്പോ എത്ര വരും, 4 ലക്ഷമാണ് വരിക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻട്രോഡക്ടറി ചാപ്റ്റർ ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഡെഫിനേഷൻ പറഞ്ഞു, മീനിങ് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏറ്റവും അടുത്ത 2 ഡിസിപ്ലിൻസ് ആണ് എക്കണോമിക്സും അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.